വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെയൊക്കെ തലമുറയുടെ അല്ലെങ്കിൽ അടുത്തൊരു തലമുറയുടെ കൂടി കൗമാരവും യൗവനവും അതിനെയൊക്കെ സ്വാധീനിച്ചിരുന്നത് ആ കാലത്തെ എഴുത്തുകാരായിരുന്നു. അവരുടെ മികച്ച കവിതകൾ കൂടി, അത് കവിതകളാകാം, കഥകളാകാം, നോവലാകാം, ഇത്തരം കൃതികളാണ് നമ്മുടെയൊക്കെ കൗമാരത്തെയും അല്ലെങ്കിൽ നമ്മുടെ യൗവനത്തെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത്. ആ കാലത്തെ ബന്ധങ്ങളെ, അതിപ്പോൾ സൗഹൃദമായാലും പ്രണയമായാലും വിരഹമായാലും ഇതിനൊക്കെ നിറം കൊടുത്തിരുന്നത് ഇത്തരം വായനകളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്തെ ബന്ധങ്ങൾ അങ്ങേറ്റം ഡെപ്തുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡെപ്തുണ്ടെങ്കിൽ കൂടി തന്നെ തീവ്രത അത്ര ഉണ്ടായിരുന്നില്ല എന്ന് കൂടി എനിക്കൊരു അഭിപ്രായമുണ്ട്. തീവ്രതയെ നമ്മൾ നിറങ്ങളായി ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ബന്ധങ്ങളുടെ നിറങ്ങൾ പേസ്റ്റൽ കളേഴ്സ്, ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞ പേസ്റ്റൽ കളേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കടും നിറങ്ങളായിരുന്നില്ല, തീവ്രത കുറവായിരുന്നു, പക്ഷെ ഡെപ്ത് കൂടുതലായിരുന്നു. കൂടുതൽ അർത്ഥതലങ്ങളിലേക്ക് അന്നത്തെ ബന്ധങ്ങൾ എത്തിയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പോൾ വിപ്ലവമായാലും അന്നത്തെ ഒരു എന്താ പറയുക, യൂത്തായിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിൽ വിപ്ലവം വരുന്നുണ്ടെങ്കിൽ അത് വായനയിൽ കൂടെ വന്ന വിപ്ലവമാണ്. അതിൽ അക്രമം ഉണ്ടായിരുന്നില്ല. വിപ്ലവം എന്ന ആശയത്തെയാണ് അവർ കൂടുതൽ ഉള്ളിലേക്ക് എടുത്തിരുന്നത്. അതിപ്പോൾ സൗഹൃദമായാലും പ്രണയമായാലും ഒക്കെ പ്രണയിനിയേക്കാൾ കൂടുതൽ പ്രണയം എന്ന കൺസെപ്റ്റിനെയാണ് കൂടുതൽ ആളുകൾ ഉള്ളിലേക്ക് എടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പേസ്റ്റൽ കളേഴ്സ് ആയിരുന്നു അന്നത്തെ ബന്ധങ്ങളിലൊക്കെ മുഴച്ചു നിന്നിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്നത്തെ യൗവനത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയില്ല, പക്ഷേ ഇന്നത്തെ യൗവനവും അല്ലെങ്കിൽ കൗമാരവുമൊക്കെ അവരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയാണ്, വായനയേക്കാൾ കൂടുതൽ. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന വിഭാഗം തന്നെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇപ്പോൾ 1/2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഇൻസ്റ്റാഗ്രാം റീലോ അല്ലെങ്കിൽ 1 മിനിറ്റോ മറ്റോ നീളമുള്ള ഒരു യൂട്യൂബ് ഷോട്ടൊക്കെയാണ്. അതിലാണ് ഇവർ ആകർഷകരാകുന്നത്, ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധങ്ങളുടെ ഡെപ്ത് കുറഞ്ഞു പോവുകയാണ്. അതേസമയം ബന്ധങ്ങളുടെ തീവ്രത കൂടി വരികയാണ്. കടും നിറങ്ങളാണ് അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം വരുന്നത്, പേസ്റ്റൽ കളേഴ്സ് അല്ല. ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. എന്നാൽ ഞാൻ ഇന്നത്തെ തലമുറയെ അടച്ചാക്ഷേപിക്കുകയല്ല. പല കാര്യത്തിലും നമ്മുടെ തലമുറകളെക്കാൾ മുന്നിലാണ് അവർ ചിന്തിക്കുന്നതും സഞ്ചരിക്കുന്നതും. 2-3 ഉദാഹരണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കാസ്റ്റിസവും റേസിസവും ഒക്കെ നമ്മുടെ തലമുറയുടെ നമ്മുടെ യൗവനകാലത്ത് വളരെ സാധാരണമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ ഇന്നത്തെ തലമുറ അതിനെ സാധാരണമായിട്ടല്ല കാണുന്നത്, കടുത്ത അപരാധമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക അസമത്വങ്ങളൊന്നും അവരെ തീരെ ബാധിക്കുന്നില്ല, അവരുടെ ബന്ധങ്ങളൊന്നും തീരെ ബാധിക്കുന്നില്ല. ലിംഗസമത്വമാണ് അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം ഇന്നത്തെ യുവതയുടെ. അങ്ങനെ വലിയൊരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ കൂടിയാണ് ഇന്നത്തെ യുവതലമുറ ചിന്തിച്ചും ജീവിച്ചു പോകുന്നത്. ഒറ്റക്കുറവ് അത് വായന മാത്രമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ശ്രീജയെ പോലുള്ള എഴുത്തുകാർ പ്രസക്തരായിത്തീരുന്നത്. ഇന്നത്തെ യുവതലമുറയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി എഴുതണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എഴുത്തുകാർ എല്ലാ കാലത്തുമുണ്ട്. ഇന്നും ഒരുപാട് പേർ എഴുത്തിലേക്ക് ഇന്നത്തെ DDR സൂചിപ്പിച്ച പോലെ വായനക്കാരേക്കാൾ കൂടുതൽ എഴുത്തുകാരുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. പക്ഷെ എഴുതാൻ വേണ്ടി എഴുതുന്നവരാണ് അധികവും. ശ്രീജയുടെ പോലെ സാഹിത്യശാഖയെ അങ്ങേയറ്റത്തെ ഗൗരവത്തോടുകൂടി കണ്ട് ധാരാളം വായിച്ച് ധാരാളം ആളുകളുമായി സംവദിച്ച് സാഹിത്യകാരന്മാരുമായി സംബന്ധിച്ച് അവരുടെ സൗഹൃദം കൂടി അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ടാണ് ശ്രീജയെ പോലുള്ള എഴുത്തുകാർ എഴുതുന്നത്. അതുതന്നെയാണ് ശ്രീജയുടെ ഏറ്റവും വലിയ പ്രസക്തിയും. എനിക്ക് ശ്രീജയെ കൂടുതൽ പരിചയം ഞങ്ങളിപ്പോൾ പെരുവനം ഇന്റർനാഷണൽ വില്ലേജ് ഫെസ്റ്റിവൽ എന്ന 4ാമത്തെ എഡിഷൻ കഴിഞ്ഞ ഫെസ്റ്റിവലിൻ്റെ കഴിഞ്ഞ 2 കൊല്ലമായി ശ്രീജ അതിൻ്റെ നെടുന്തൂണായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എഴുത്തുകാരി എന്നതിൽ മാത്രമല്ല മികച്ച ഒരു സംഘാടകം കൂടിയാണ് ശ്രീജ. ഈ കോമ്പറ്റീഷൻ വളരെ അപൂർവമാണ്, സാഹിത്യകാരനും സംഘാടകനും എന്നുള്ളത്. അത് ശ്രീജയെ കൂടി ഞങ്ങൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീജയുടെ പോലെ തന്നെ അത്ര തന്നെ
പ്രാധാന്യമുണ്ട് ഇതിൻ്റെ വിവർത്തകനായിട്ടുള്ള നദീം നൗഷാദും. അതിനെപ്പറ്റി TDR നേരത്തെ വളരെ സവിസ്തരം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു പുസ്തകം വിവർത്തനം ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒരു ശ്രമം നടത്തിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കും അറിയാം. പക്ഷേ ഇത് കവിത എന്നുള്ളൊരു ആശയം വിവർത്തനം ചെയ്യുമ്പോൾ അതിലൊരു 100 ഇരട്ടി കോംപ്ലിക്കേഷൻ കൂടിയാണ് കടന്നു പോകുന്നത്. അത് ഭംഗിയായി തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളെ അഭിസംബോധന ചെയ്യുന്ന അഡ്രസ് ചെയ്യുന്ന 3ാമത് രചനകൾ എടുത്തിട്ട് എനിക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. ഹീ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, ബ്ലാക്ക് മീൻസ് എന്ന് പറയുന്ന കവിതയുണ്ട്, ബ്രോ ആർ യു ഓൺ ദ ഇൻസ്റ്റ എന്ന് പറയുന്ന കവിത. ഇതൊക്കെ യുവത്വത്തെ നേരിട്ട് അഡ്രസ് ചെയ്യുന്ന കവിതകളാണ്. അപ്പം ഇത്തരം കവിതകൾ ഇനിയും ശ്രീജയിൽ നിന്നും ഉണ്ടാവട്ടെ, നദീം നൗഷാദിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.